മാഷിക്ക് എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചൂടെ? പ്രതീക്ഷിക്കാതെയുള്ള അനന്യമോളുടെ ചോദ്യത്തിന് മുന്നിൽ ഞാനൊന്ന് പകച്ചുപോയി. വിളറി വെളുത്ത് നിൽക്കുന്ന അമ്പിളിയുടെ മുഖം കണ്ടപ്പോൾ ഞാനും മുഖം കുനിച്ചു. പെട്ടെന്ന് ഞാൻ ഓർത്തത് പ്രിയയുടെ മുഖമായിരുന്നു. എൻ്റെ കണ്ണ് നിറഞ്ഞത് കണ്ടിട്ടാവും അവൾ ചോദിച്ചത്. മാഷിപ്പോൾ ഓർത്തത് ആ കുട്ടിയെ പറ്റിയല്ലേ? ഈ പെണ്ണിന് നാക്കിന് ലൈസൻസ് ഇല്ല, മാഷ് ക്ഷമിക്കണം. അതല്ലടോ, അവൾ കുട്ടിയല്ലേ, സാരില്ല. ഞാൻ പെട്ടെന്ന് എന്തൊക്കെയോ ഓർത്തു. സത്യത്തിൽ എന്താ മാഷെ സംഭവിച്ചത്? പറഞ്ഞു കേട്ടു പലതും. അതിനേക്കാൾ വലുത് ജീവിതത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് അന്നൊന്നും അന്വേഷിച്ചില്ല ഞാൻ. ഒന്നുമില്ല. ആദ്യമായി അവളെന്നോട് ആവശ്യപ്പെട്ടത് എന്താണെന്നറിയോ? ഗുരുവായൂർക്കൊരു യാത്ര. എന്നിട്ടെന്താ? അവരങ്ങോട്ട് പോയി കണ്ണൻ്റെ സന്നിധിയിലേക്ക്. പക്ഷേ തനിയെയാണെന്ന് മാത്രം. എന്നെ മാത്രം തനിച്ചാക്കി. ആക്സിഡൻറ്റേ. അമ്മ, അച്ഛൻ, എൻ്റെ പ്രിയ, ഒരേ സമയം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ജീവനും ശ്വാസവും എല്ലാമായിരുന്നു. പറഞ്ഞു നിർത്തുമ്പോൾ എന്നോടൊപ്പം ആ കണ്ണുകളും നിറഞ്ഞിരുന്നു. മാഷല്ലേ പറഞ്ഞത് പൊന്നുന് അച്ഛണ്ട്, എന്നെ അങ്ങനെ കണ്ടോന്ന്? നിഷ്കളങ്കമായി അത് പറഞ്ഞ അനന്യമോളെ നോക്കി അമ്പിളി പറഞ്ഞു. പൊന്നു, നിൻ്റെ നാക്കിത്തിരി കൂടുന്നുണ്ട് കേട്ടോ. വീട്ടിലേക്ക് വാ നീ. മാഷൊന്നും വിചാരിക്കല്ലേ. എവിടെ എന്താ പറയേണ്ടതെന്നറിയില്ല പെണ്ണിന്. അച്ഛനില്ലല്ലോ എന്ന് കരുതി കൊഞ്ചിച്ചു വച്ചതിൻ്റെയാ. അമ്പിളി അത് പറയുമ്പോൾ നിറഞ്ഞു വന്ന കുഞ്ഞിക്കണ്ണുകൾ രണ്ടും കൈകൊണ്ട് തുടച്ച് എന്നെ ദയനീയമായി നോക്കിയവൾ. മാഷല്ല എന്നോട് പറഞ്ഞത് മാഷിനെ അച്ഛനെ പോലെ കണ്ടോന്ന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ. സോറി അമ്മ. പാതി എന്നോടും പാതി അമ്മയോടുമായി പറയുമ്പോൾ ആ കുഞ്ഞിക്കണ്ണിനോടൊപ്പം അമ്പിളിയുടെ കണ്ണുകളും പെയ്യാൻ വിതുമ്പി നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് രണ്ട് ഭാഗവും മുടി പിന്നിയിട്ട് ഉണ്ടക്കണ്ണിൽ നിറയെ കൺമഷി നിറച്ച് കലപില കൂട്ടി നടക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അമ്പിളി. ആരോടും പറയാതെ സൂക്ഷിച്ച ആദ്യ പ്രണയം, ആദ്യത്തെയും അവസാനത്തേതും ഇതുതന്നെയാവണമെന്ന് പ്രാർത്ഥിച്ച പ്രണയം. കൗമാരത്തിൻ്റെ കൗതുകം മാത്രമായിരുന്നില്ല എനിക്കത്. ഓരോ ദിവസം കൂടുന്തോറും മനസ്സിൽ വേരുറപ്പിച്ച, ആത്മാവിൽ അലിഞ്ഞു ചേർന്ന ഒന്ന്. പറഞ്ഞില്ല ഒരിക്കലും, അല്ല പറയാൻ ശ്രമിച്ചില്ല, അതാണ് സത്യം. വല്ലപ്പോഴും മിണ്ടുന്നത് കൂടെ ഇല്ലാതാകുമോ എന്ന് ഭയം. സ്വപ്നങ്ങൾ തേടിയുള്ള യാത്രയിൽ 2 വർഷത്തെ പഠനം കഴിഞ്ഞു വരുമ്പോൾ അറിഞ്ഞത് അവളുടെ വിവാഹമുറപ്പിച്ച വാർത്തയായിരുന്നു. പോയി വിവാഹത്തിന് കയ്യിൽ പിടിച്ച് ആശംസകൾ പറയുമ്പോൾ എന്നോടൊപ്പം ആ കൈകളും വിറച്ചതുപോലെ. നേരെ നോക്കാൻ ശക്തിയുണ്ടായിരുന്നില്ല അന്ന്. പിന്നീട് അന്വേഷിച്ചിട്ടില്ല, എവിടെയാണെന്നോ എങ്ങനെ ഇരിക്കുന്നു എന്നോ. പഠനമെന്നും റിസർച്ചെന്നും പറഞ്ഞ് നടക്കുമ്പോൾ പ്രായം 30 കടന്നത് അമ്മയ്ക്ക് മാത്രമായിരുന്നു പ്രശ്നം. ഇനി അമ്മയ്ക്ക് വയ്യടാ, അച്ഛനും വയ്യാതായി വരുന്നു. നിൻ്റെ കുടുംബം സന്തോഷമായി കഴിയുന്നത് കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടക്കാൻ. അന്നത്തെ അമ്മയുടെ വാക്കുകളെ പതിയെ തള്ളിക്കളഞ്ഞു വീട്ടിൽ നിന്നിറങ്ങി പോവാറുണ്ട്. അമ്മൊക്കെയും പിന്നിൽ നിന്ന് കണ്ണു തുടക്കുന്ന അമ്മയെ കണ്ടില്ലെന്ന് നടിച്ചു. മുറ്റത്തൊരു വീഴ്ചയിൽ പാതി തളർന്ന അമ്മയെ നോക്കി അച്ഛൻ ആദ്യമായി കരയുന്നത് ഞാൻ കണ്ടു. നിസ്സഹായതയായിരുന്നു ആ മുഖത്ത്. ഇനിയെന്ത് എന്നുള്ള നിസ്സഹായത. അന്ന് എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി പ്രിയയെ ജീവിതത്തിലേക്ക് കൂട്ടുമ്പോൾ ഒരു സഹായി, അതായിരുന്നു അവൾക്ക് മനസ്സിൽ കൊടുത്ത സ്ഥാനം. പക്ഷേ ഓരോ ദിവസവും അവളെന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. തളർന്നു വീണ അമ്മ കൈസഹായത്തോടെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയത് കണ്ട പലരും പറഞ്ഞു, നിനക്ക് വന്നു കയറിയ പുണ്യമാണ് അവളെന്ന്. അതെ, പുണ്യം തന്നെയായിരുന്നു. എന്നെ മനസ്സിലാക്കി എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച പുണ്യം. ജീവിതത്തെ സ്നേഹിച്ചു തുടങ്ങിയ നാളുകൾ, സന്തോഷം പെയ്തിറങ്ങിയ നാളുകൾ. ആ സന്തോഷത്തിന് കൂട്ടായി ഒരു കുഞ്ഞതിഥി കൂടി വരുന്നെന്നറിഞ്ഞപ്പോൾ അവളെന്നോ പറഞ്ഞുള്ളൂ.
ഗുരുവായൂർക്ക് പോകണമെന്ന് മാത്രം. പിന്നീട് നടന്നതെല്ലാം മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. പിന്നീട് അറിഞ്ഞു അമ്പിളിയുടെ ഹസ്ബൻഡ് മരിച്ചു എന്നും കുടുംബത്തോടൊപ്പം സ്ഥലം മാറിപ്പോയി എന്നും. അത് അന്വേഷിക്കാൻ തോന്നിയില്ല. അല്ല, അപ്പോഴേക്കും മറവിയിലേക്ക് വിട്ടിരുന്നു അവളെ. നാട്ടിൽ നിന്ന് സ്ഥലം മാറ്റം കിട്ടിയ പുതിയ സ്കൂളിലേക്ക് വരുമ്പോൾ ആദ്യം കണ്ടുമുട്ടിയത് മോളെ സ്കൂളിലാക്കാൻ വന്ന അമ്പിളിയെയായിരുന്നു. ചുരുണ്ട മുടി കുഞ്ഞായി കൊമ്പ് കെട്ടി കൺമശി കൊണ്ട് പൊട്ടും കുത്തി വരുന്ന അനന്യമോൾക്ക് അമ്പിളിയുടെ അതേ രൂപമായിരുന്നു. അച്ഛനെപ്പറ്റി പലതും പറയുന്ന കഥകൾ കേട്ട് കുഞ്ഞിക്കണ്ണുകൾ നിറച്ച് പരിഭവം പറയാറുള്ള മോളെ ചേർത്ത് പിടിച്ച് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, മോളെന്നെ അങ്ങനെ കണ്ടോളൂന്ന്. അന്നൊക്കെ മനസ്സിൽ നിറഞ്ഞു നിന്നത് രൂപമില്ലാത്ത ഒരു കുഞ്ഞു മാലാകയായിരുന്നു. ജനിക്കും മുമ്പ് ഇല്ലാതായ എൻ്റെ കുഞ്ഞ്. ഞങ്ങൾ നടക്കാം മാഷേ, വേദനിപ്പിച്ചു എന്ന് അറിയാം. അച്ഛൻ 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 ഊണിലും ഉറക്കത്തിലും. ഇപ്പോൾ അതായി മോളുടെ ചിന്ത. അതാ ഇങ്ങനെയൊക്കെ. സാരമില്ല മോളല്ലേ, നിങ്ങൾ ചെല്ല്. അവർ പോയി കഴിഞ്ഞിട്ടും രാത്രിയിൽ കിടന്നിട്ടും എൻ്റെ മനസ്സിൽ മുഴങ്ങിയത് മോളുടെ ആ ചോദ്യമായിരുന്നു. മാഷിക്കെൻ്റെ അമ്മയെ കല്യാണം കഴിച്ചൂടെ? തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിക്കുമ്പോൾ ഒരു തീരുമാനമെടുത്തിരുന്നു. അതിരാവിലെ അവരുടെ വീടിൻ്റെ പടി കയറി ചെല്ലുമ്പോൾ മോളെ ഒരുക്കി കൊണ്ട് രണ്ടാളും പുറത്തുണ്ടായിരുന്നു. ഇരിക്കും മാഷേ, ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു, ഇപ്പോൾ ചായ വേണ്ട, ചായ കുടിക്കാൻ പിന്നീടാവട്ടെ. ഞാൻ വന്നത് ഇന്നലെ മോള് പറഞ്ഞത് ഞാനും ആലോചിച്ചു. അവളെൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് എന്നെ സങ്കല്പിക്കാൻ പറ്റുമെങ്കിൽ അമ്പിളിക്ക് പോരാം എൻ്റെ ജീവിതത്തിലേക്ക്. ഒരിക്കലും ഒരു സഹതാപം കാണിക്കലല്ല ഇത്, അങ്ങനെ കരുതണ്ട. ഇഷ്ടാ എനിക്ക് ഈ മോളെ ഒരുപാട്. പണ്ട് നിന്നെ സ്നേഹിച്ചതിനേക്കാൾ. എൻ്റെ അവസാനത്തെ വാക്കുകൾ കേട്ടവളെന്നെ നോക്കി. ആ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അറിഞ്ഞിരുന്നില്ല അന്ന് അങ്ങനെ ഒരിഷ്ടം. പക്ഷേ പിന്നീട് പലരും പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് മുന്നിൽ വരാൻ മടിച്ചത്. പക്ഷേ ഇനി എനിക്കൊരു ജീവിതം വേണ്ട. എൻ്റെ മോളുടെ ഭാവി, അത് മാത്രം എൻ്റെ മനസ്സിലുള്ളൂ. എൻ്റെ മോളുണ്ടായിരുന്നെങ്കിൽ ഇവളേക്കാൾ 2 വയസ്സ് കുറവ്, അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അവളെന്നെ അച്ഛനെപ്പോലെ കണ്ടപ്പോൾ എനിക്കും തോന്നി എൻ്റെ മോൾ ഇവളിലൂടെ എൻ്റെ അടുത്തേക്ക് വന്നതാണ്. ഞാനത് പറയുമ്പോൾ അമ്പിളിയുടെ കണ്ണിൽ നിറഞ്ഞ സന്തോഷം എനിക്കുത്തരം തന്നിരുന്നു. അവളുടെ സമ്മതം. മാഷേ, ഇന്ന് ഞാൻ മാഷിൻ്റെ കൂടെ വന്നോട്ടെ സ്കൂളിലേക്ക് എന്ന ചോദ്യത്തിന് മാഷല്ല അച്ഛാന്ന് വിളിച്ചോണോ ഇനി മുതലെന്ന് പറയുമ്പോൾ ആ കുഞ്ഞിക്കവിളിൽ വിരിഞ്ഞ നുണക്കുഴിയിലും ആ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരിയിലും എൻ്റെ മനസ്സ് നിറയുന്നത് ഞാനറിഞ്ഞു. അവളുടെ കൈപിടിച്ച് സ്കൂളിലേക്ക് നടക്കുമ്പോൾ വാ നിറയെ വർത്തമാനം പറഞ്ഞു സന്തോഷത്തോടെ നടക്കുന്ന അവളെ കണ്ടപ്പോൾ ആ കൈകളിൽ ഞാനൊന്നുകൂടി അമർത്തിപ്പിടിച്ചു. ഒരച്ഛൻ്റെ അധികാരത്തോടെ, അഭിമാനത്തോടെ, അതിലേറെ അഹങ്കാരത്തോടെ.